സർ, 16ാം നിയമസഭ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ശ്രീ വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിനെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്ന അവസരം ഈ ബജറ്റിലെ നന്മയും തിന്മയും അതിനെപ്പറ്റിയുള്ള ചർച്ചയിലാണ്. ഞാനിവിടെ കൂടുതൽ രാഷ്ട്രീയം പറയുന്നില്ല. കാരണം 3 മാസം മുമ്പ് നമ്മുടെ കേരളത്തിലെ ജനതകൾ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്തവരാണ്. സർ, 102ഉം 35ഉം നല്ല ദൂരമുണ്ട് സർ. യുവാക്കളുടെ എണ്ണം നാട്ടിൽ കുറയുകയും വയോജനങ്ങൾ കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കാനുള്ള നിരവധി പ്രഖ്യാപനങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. കേരളത്തിൻ്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്തുവാനുള്ള സമഗ്ര പദ്ധതിയാണ് മിഷൻ സമുദ്ര. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റി റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം വ്യവസ്ഥയിലേക്ക് നാം മാറുകയാണ്. ഇവിടെ ഒരു പ്രതിപക്ഷ അംഗം പറയുകയുണ്ടായി, സമുദ്ര പദ്ധതി, മിഷൻ സമുദ്ര പദ്ധതിയിൽ കാര്യമൊന്നുമില്ല എന്ന്. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വിദേശ രാജ്യങ്ങളിൽ എപ്പോഴും ഈ ഒരു കണക്റ്റഡ് വേ ആണ്. സമുദ്രവും ജലഗതാഗതവും റോഡും നിർമ്മാണ പ്രക്രിയയും ഒക്കെ തന്നെ. നമുക്കൊരു പക്ഷേ പടങ്ങളിൽ മാത്രമേ അത് കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സർ, വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം കൊണ്ടുവരുന്ന കേരള നോളജ് വാലി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകുന്നതാണ്. ചെറുപ്രായത്തിലെ നൂതനമായ വിദ്യാഭ്യാസത്തിനായി രാജ്യം വിടേണ്ടി വരുന്ന യുവാക്കൾക്ക് മാറ്റങ്ങൾക്കനുസൃതമായ അക്കാദമിക് പ്രോഗ്രാമും ആധുനിക റിസർച്ച് സെൻ്ററും എന്നിവ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തുല്യമായ പഠനം ഇവിടെയും ലഭിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസമാണ്. മലയാളികളുടെ പ്രിയങ്കരനായ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മലയാളികൾക്ക് മുഴുവൻ ആശ്വാസമാകുന്നു. മലയാളികൾക്ക് മുഴുവൻ ആശ്വാസമാകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഇരിക്കുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കൾക്കും അത് ഏറെ സഹായകരമാണ്. അവരുടെ മക്കളും അവരുടെ പാർട്ടിക്കാർക്കും ഒക്കെ തന്നെ ഇത് പ്രയോജനകരമാകുന്ന കാര്യമാണ്. കാരണം അവരെപ്പോഴും പറയാറുള്ളതാണ്, ഞങ്ങളുടെ പാർട്ടിക്കാരെല്ലാം പാവങ്ങളാണ് എന്ന്. ആ പാവങ്ങൾക്ക് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ഇൻഷുറൻസ് പദ്ധതി പ്രയോജനം ചെയ്യുന്നതായിരിക്കും. നെല്ലിൻ്റെ സംഭരണം കാര്യക്ഷമതമാക്കുന്നതിനും സംഭരണ വില കർഷകർക്ക് കൃത്യമായി ലഭിക്കുമെന്ന് അറിയിച്ചെങ്കിലും നെൽകർഷകർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ ഇന്നും ഉണ്ട്. നെൽ സംഭരണ പ്രക്രിയയിൽ കൃത്യമായ മാറ്റം വരുത്തി നമുക്ക് അന്നം നൽകുന്ന കർഷകരെ ചേർത്ത് നിർത്താൻ ഈ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാൻസർ രോഗികളുടെ എണ്ണം സംസ്ഥാനത്ത് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ഓരോ ഗ്രാമങ്ങളിലും പ്രതിരോധ പ്രവർത്തനം നടത്തുവാൻ പദ്ധതി കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ്. അതിനായി ഇവരെ സാമ്പത്തികമായി സഹായിക്കുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വ്യവസായ നിക്ഷേപകർക്ക് ഭൂനിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തി ഇൻവെസ്റ്റ്മെൻറ്റ് കേരള സെൽ തുടങ്ങുന്നത് യുവാക്കളായ മലയാളികൾക്ക് ബുദ്ധിയും ശക്തിയും അവരുടെ ഈ നാട്ടിൽ തന്നെ നൽകുവാൻ കഴിയും എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതുവഴി മലയാളത്തിൻ്റെ ചെറുപ്പക്കാരെ കേരളത്തിൻ്റെ അസറ്റാക്കി മാറ്റിയെടുക്കുകയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ബജറ്റിലൂടെ ശ്രമിച്ചത്. എൻ്റെ നാടായ ചങ്ങനാശ്ശേരിയിൽ മാടപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉൾപ്പെടുത്തിയ ഈ ബജറ്റ് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. ജൻസികൾക്കും ന്യൂ ജനറേഷനും ടെക്നോളജി വികസനത്തിന് 50 കോടി രൂപ അനുവദിച്ചതും ഇവർക്ക് നാടിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിക്കുന്നു. ചില കോളേജുകളുടെ റാങ്കിംഗ് സമ്പ്രദായം വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. അതിന് തടയിടുവാനായി സിദ്ധാർത്ഥൻ ആൻറ്റി റാങ്കിംഗ് ആൻഡ് സ്റ്റുഡൻസ് വെൽഫെയർ ആക്ട് നടപ്പാക്കുക വഴി ഭയപ്പാടില്ലാതെ പുത്തൻ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ധൈര്യം പകരുന്നു. എൻ്റെ നാടായ ചങ്ങനാശ്ശേരി അപ്പർ കുട്ടനാട് പ്രദേശമാണ്. തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് കുട്ടനാട് നിയോജക മണ്ഡലവും ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലവും. അതിൻ്റെ ടൂറിസം വികസനത്തിന് വാതാനം തുറക്കുവാനും ഈ KC പാലം എന്ന് പറയുന്നൊരു പാലം അവിടെ തടസ്സമായി നിൽപ്പുണ്ട്. ആ പാലം പൊളിച്ചു മാറ്റിയാൽ കുട്ടനാടും ചങ്ങനാശ്ശേരിയിലും നിരവധി ടൂറിസം പദ്ധതികൾക്ക് സാധ്യതയുണ്ട്. എന്നോടൊപ്പം ഇവിടെ അടുത്തിരിക്കുന്ന ആൾ പോലും കുട്ടനാട് MLA ആണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ മിനിറ്റ്. കോപ്പറേറ്റീവ് ബാങ്കിൽ ഭർത്താവ് മരിച്ചുപോയാൽ ആ ലോൺ തുക മുഴുവൻ ഭാര്യയും മക്കളും അടയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്തെങ്കിലും ഒരു ഇളവ് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ പാവപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങൾക്ക് ഓണറേറിയം തീർച്ചയായിട്ടും അല്പം വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു 15,000 രൂപയെങ്കിലും അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു ദിവസം 500 രൂപ പോലും കൃത്യമായിട്ടാകുന്നുള്ളൂ. ഒരൊറ്റ കാര്യം കൂടെ പറയുന്നുണ്ട്, നിർത്താം. കേരളത്തിലെ പാലങ്ങളും റോഡുകളും പദ്ധതിക്കായി ഏകദേശം 1000 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. നാടിൻ്റെ അടിസ്ഥാന വികസനത്തിന് കരുത്തേകുന്നതാണത്. അതുവഴി എൻ്റെ നിയോജക മണ്ഡലമായ ചങ്ങനാശ്ശേരിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ ഒരു പടിഞ്ഞാറൻ ബൈപ്പാസ് എന്ന ചങ്ങനാശ്ശേരിക്കാരുടെ സ്വപ്ന പദ്ധതി ഈ ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ സന്തോഷവും നന്ദിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചുകൊള്ളുന്നു. സമയബന്ധിതമായി ഈ പരിപാടി നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
കേരളത്തിലെ സാമ്പത്തിക ഉയർച്ചയ്ക്കും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനം ഉറപ്പുവരുത്തുന്ന ഈ ബഡ്ജറ്റ് യുവതലമുറയ്ക്കേറെ പ്രതീക്ഷ നൽകുന്നതും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതുമാണ്. ഏറെ ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ബജറ്റ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് കേരളത്തിന് കിട്ടിയ ഈശ്വര അനുഗ്രഹമാണ് അദ്ദേഹം എന്നറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.